നമസ്കാരം സാർ. നമസ്കാരം സാർ. നമസ്കാരം. കാതര, ഇത് ജോസഫ് സാറ്. എടാ എൻ്റെ ഇച്ചാനില്ലേ, ഇച്ചാനോട് പഠിച്ച എറണാകുളം മഹാരാജാസ് കോളേജിൽ. ഡിക്രൂസിന്റെ ചേട്ടൻ ഗോമസുമായിട്ട് എറണാകുളം മഹാരാജാസിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. ഡിഗ്രിക്കും പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷനും. സാർ ഇവിടെ സാറ് എടാ സെൻസർ ബോർഡിന്റെ അംഗമാ സാറ്. ഓ അങ്ങനെ സെൻസർ ബോർഡ് മെമ്പറാണ്. സെൻസർ ബോർഡ് മെമ്പർ എന്നതിലുപരി ഡിക്രൂസിന്റെ ഫാമിലിയുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ഒരാളാണ്. എന്നെ ഡയറക്ഷനൊക്കെ പോകാൻ സാറിന്റെ നിർദ്ദേശത്തിലാണ് ഞാൻ പോയത്. ആദ്യമേ ഒരു കാര്യത്തിന് കൺഗ്രാജുലേഷൻസ്. താങ്ക് യു സാർ. 2020 എന്ന സിനിമയ്ക്ക് ശേഷം മലയാളത്തിലെ എല്ലാ താരങ്ങളെയും വെച്ച് ഒരു പടം ഒരുക്കാൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്ന ഡിക്രൂസിനാണ്. വളരെ വളരെ സത്യം പറഞ്ഞാൽ ആർക്കും ആ ഭാഗ്യം ലഭിച്ചിട്ടില്ല. ഈ രണ്ട് സൂപ്പർ താരങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരാൻ തന്നെ വലിയ പാടാണ് അല്ലേ? അവർക്ക് പറ്റിയ ക്ലൈമാക്സ്. ഹരികൃഷ്ണൻ സിനിമയില് മലബാറിലെ പിന്നെ മമ്മൂക്ക ജൂഹി ചാവളെ വിവാഹം കഴിക്കുന്നു എന്നാണ് കാണിച്ചിരിക്കുന്നത്. തിരുവിതാംകൂറിലൊക്കെ മിസ്റ്റർ മോഹൻലാൽ ജൂഹി ചാവളെ വിവാഹം കഴിക്കുന്നു. കാരണം ബാലൻസ് ചെയ്യാൻ വേണ്ടി. ആ ഒരു സാഹചര്യത്തിൽ ഇത്രയും ആർട്ടിസ്റ്റിനെ വെച്ച് എല്ലാവർക്കും തിരക്കേടില്ലാത്ത വേഷങ്ങൾ കൊടുത്തതിന് പ്രത്യേക അഭിനന്ദനങ്ങൾ ഡിക്രൂസിന്. റൈറ്റർ എന്ന നിലയിൽ കാതരനും കൺഗ്രാജുലേഷൻ. ജോസഫ് സാറിന്റെ അനുഗ്രഹം ഉണ്ടായിരുന്നു. അനുഗ്രഹം എല്ലാ കാലത്തും ഉണ്ടാവും. അതുകൊണ്ടാണ് ഇത് ഒഫീഷ്യൽ വിസിറ്റ് അല്ല, പേഴ്സണൽ വിസിറ്റാണ്. സന്തോഷം. കാര്യം ഞാൻ പറയാം. പടത്തിലൊന്നും ഇല്ല, ഞാൻ പറഞ്ഞോട്ടെ. എങ്ങനെയാണ് അത് പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങളുടെ ഈ പടത്തിന് സെൻസർ ബോർഡ് പ്രദർശനാനുമതി നിഷേധിച്ചിരിക്കും. അയ്യോ കർത്താവേ, എന്തെങ്കിലും പോം വഴി ഉണ്ടാവോ എന്നൊന്ന് ആലോചിക്കുകയാണ് ഞാൻ. ടെൻഷൻ അടിക്കണ്ട. ഇതിപ്പോൾ ഒരുപാട് കട്ട്സ് പറഞ്ഞിരിക്കുകയാണ്. മെമ്പർമാർ പല പാർട്ടിയിൽപ്പെട്ട ആൾക്കാരല്ലേ. നിങ്ങൾ ഇത്രയും ആർട്ടിസ്റ്റിനെ വെച്ച് കിട്ടുമ്പോൾ ഈ രാഷ്ട്രീയ പടമൊക്കെ എടുത്ത് വലിയ തെറ്റായി. അല്ല, ഫാമിലി സബ്ജക്റ്റ് വല്ലതും എടുത്താൽ പോരെ, ലവിൻ്റെ ഒക്കെ എടുത്താൽ പോരെ. എന്തിനീ പൊളിറ്റിക്സിലോട്ട് പോയി കാതര? അതിപ്പോൾ വലിയ പ്രശ്നമായി. സെൻസർ ബോർഡ് മെമ്പേഴ്സിൽ എല്ലാ പാർട്ടിക്കാരും ഉണ്ട്. അവരവരുടെ നേതാക്കളെ കളിയാക്കി എന്ന് പറഞ്ഞ് ഭയങ്കര ഇഷ്യൂ. സാറേ, ഞങ്ങളുടെ ഡ്രീം പ്രൊജക്റ്റാണ് സാറേ ഇത്. ഞാൻ വെറും മെമ്പർ മാത്രമല്ലേ ഡിക്രൂസേ, എനിക്കെന്തോ ചെയ്യാൻ പറ്റും? എന്താണ് മെയിൻ ആയിട്ടുള്ള സംഭവം? ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. ഇപ്പം ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, നമുക്ക് വിശ്വാസമുള്ള കുറച്ച് ആൾക്കാരുമായിട്ട് മാറിയിരുന്ന് ഇത് എങ്ങനെ ഈ കട്ട് ഒഴിവാക്കാം. അവർ പറഞ്ഞിരിക്കുന്ന 64 കട്ടാണ്. 64 കട്ടിന് ശേഷം ഈ പടം ഇറക്കിയിട്ട് കാര്യമില്ല. ഇപ്പം നിങ്ങളുടെ പടത്തിന് ലെങ്ത് എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ 27 മിനിറ്റ് അല്ലേ? ഈ 64 കട്ട് കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്നത് ആകെപ്പാടെ 17 മിനിറ്റേ ഉള്ളൂ. അപ്പം അതൊരു വലിയ ഇഷ്യൂ ആയിരിക്കുകയാണ്. 17 മിനിറ്റ് വെച്ച് പടം കാണിക്കാൻ പറ്റും. ഷോർട്ട് ഫിലിമായിട്ട് ഇറക്കേണ്ടി വരൂ. എന്ത് ചെയ്യും? നമുക്കിതൊന്ന് സ്വകാര്യമായിട്ട് വിശ്വാസമുള്ള നമ്മുടെ ആർട്ടിസ്റ്റിനെയും ടെക്നീഷ്യൻസിനെയും വിളിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്യാം. പക്ഷേ എനിക്കൊക്കെ പരിമിതിയുണ്ട്. സെൻസർ ബോർഡ് ഓഫീസർ, അതാണ് കേന്ദ്ര ഗവൺമെൻറ് ഓഫീസർ. പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നിങ്ങൾ വല്ലാത്തൊരു മണ്ടത്തരം കൂടെ കാണിച്ചിട്ടുണ്ട്. കട്ടുകളൊന്നും വരുത്താതിരിക്കാൻ വേണ്ടി നിങ്ങളുടെ പ്രൊഡക്ഷൻ കൺട്രോളർ മൊയ്തീനില്ലേ, ഇന്നലെ സെൻസറിങ്ങിനുണ്ടായിരുന്ന 3 മെമ്പേഴ്സിൻ്റെ കയ്യിൽ 300 രൂപയുടെ ഓരോ പൊതി വെച്ചു കൊടുക്കും. എന്ത് നാണക്കേടായിപ്പോ എന്ന് പറഞ്ഞു. കൈക്കൂലി കൊടുക്കുന്നത് തെറ്റ്. ഒരു പടത്തിന് സെൻസറിങ് ആക്കാൻ വേണ്ടി മെമ്പേഴ്സിൻ്റെ കയ്യിൽ 300 രൂപയുടെ പൊതി. അല്ല, അവർ കൈക്കൂലി കൊടുത്തവനല്ല, അവർ 300 കൊടുത്തതിന്റെ പേരിലായിരിക്കും അവർ ചാടി കയറിയത്. അതെനിക്ക് അറിഞ്ഞൂടാ. നാണക്കേടല്ലേ? മെമ്പേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞു, കണ്ട ജോസഫ് സാറേ 300 രൂപ വെച്ച് തന്നിരിക്കുന്നു. നാണക്കേടായിപ്പോയി. 300 രൂപയുടെ ഓരോ പൊതി. അല്ല, സാറിന് തോന്നുന്നുണ്ട് സൂപ്പർ സ്റ്റാറുകൾ വെച്ച് ഇത്രയും പൈസ മുടക്കി ഒരു പ്രൊഡ്യൂസർ 300 വെച്ച് കൊടുത്തു വിടുമെന്ന്? ആയിരിക്കത്തില്ലടാ. മിക്കവാറും ഒരു 1000 രൂപ വെച്ചാലും കൊടുത്തു കാണും. ബാക്കി 700 അവൻ മുക്കിയതായിരിക്കും. അത് ശരി. 1000 അപ്പൊ നിങ്ങളാണ് കൊടുത്തയച്ചല്ലേ? അയ്യോ, ഞങ്ങൾ കൊടുത്തയച്ചില്ല. ഒരു പക്ഷേ അങ്ങനെയാണെങ്കിൽ തന്നെ കാതര ഈ 1000 രൂപ എന്തുകൊണ്ടത്? ഒന്നാമത് ഈ സെൻസർ ബോർഡ് മെമ്പേഴ്സിന് കൈക്കൂലി കൊടുക്കുന്നത് തന്നെ തെറ്റ്. ഇപ്പൊ എനിക്ക് ഒരാള് കൈക്കൂലി തന്നാൽ ഞാൻ പാസ്സാക്കാതിരിക്കാനേ ശ്രമിക്കുള്ളൂ. മണ്ടത്തരല്ലേ? അതേ കൂടെ 300 രൂപ കൊടുത്താൽ അത് വല്ലാത്തൊരു സംഭവം. എനിക്ക് തല കറങ്ങുന്നത് എനിക്ക് വയ്യ. എന്തെങ്കിലും വഴി ഒപ്പിക്കാനാ നോക്കാം. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ? അല്ല, ഞാൻ ഈ 64 കട്ടോടുകൂടി ഈ പടം ഇറക്കിയിട്ട് കാര്യമില്ല. അതിന് നോക്കുമ്പോൾ പറഞ്ഞാൽ മിസ്റ്റർ മമ്മൂട്ടി ഇങ്ങനെ വരുന്നുണ്ട്, ചിരിച്ച് മോഹൻലാലിന്റെ അടുത്ത് എന്തോ പറയുന്നു, അപ്പോഴത്തേക്കും കട്ട്. അത് കഴിഞ്ഞ് മിസ്റ്റർ മോഹൻലാൽ എന്തോ പറയുന്നു, അപ്പോഴത്തേക്കും സുരേഷ് ഗോപി ചിരിച്ച് ഡയലോഗ് പറയുന്നുണ്ട്, ഇപ്പൊ കട്ട്. പിന്നെ ദുൽഖർ സൽമാൻ ഇങ്ങനെ വരുന്നു, നോക്കുന്നു, എന്തോ ഇങ്ങനെ കൈ കാണിക്കുന്നു, ഡയലോഗ് ഇല്ല. അവിടെയൊക്കെ ഡയലോഗ് കട്ട്. എല്ലാം ചുരുക്കി പറഞ്ഞാൽ ഇതൊരു സൈലന്റ് മൂവി ആയിട്ട് മാറി. ഡയലോഗ് ഇല്ല. എന്നാ പിന്നെ നിശബ്ദ ചിത്രം എന്ന് പറഞ്ഞ് നമുക്ക് ഇറക്കിയാലും. അങ്ങനെ ഇറക്കിയാലും 17 മിനിറ്റ് അല്ലേ ഉള്ളൂ. 17 മിനിറ്റേ ഉള്ളൂ. 17 മിനിറ്റേ ഉള്ളൂ. പാട്ട് ഇറക്കാന്ന് വെച്ചാൽ പാട്ടിൽ നിറച്ച് രാഷ്ട്രീയ പാർട്ടികളെ കളിയാക്കിയിരിക്കും. നിങ്ങൾ ഇതിനോട് പറഞ്ഞാണ് തോനെ കളിയാക്കണമെന്ന് ഞാൻ പറഞ്ഞതാണ്.
ഇപ്പൊ സമാധാനമായല്ല. അല്ലെങ്കിൽ എന്തെങ്കിലും വന്ന് ഭവിക്കുമ്പോ എന്റെ തോളത്ത് കയറാനാണല്ലോ. തോളെ കയറിയല്ലടാ. അന്നൊക്കെ എല്ലാരും കേട്ടോണ്ടിരുന്ന് കൈയടിച്ച് പാസ്സാക്കിയിട്ട് ഇപ്പൊ ഒരു പ്രശ്നം വന്നപ്പോ ഒറ്റയ്ക്കാണ്. അടവൊക്കെ തിരക്കില്ല, നിങ്ങൾ കൊള്ളാം, കുഴപ്പമില്ല. പക്ഷെ ഈ കട്ട എങ്ങനെ ഒഴിവാക്കാന്നുള്ള ഞാൻ പറഞ്ഞു നിങ്ങൾ പറയുന്നത് ഒരിക്കലും പറയാം. ജോസഫ് സാറെ സെൻസർ ഓഫീസറെ കണ്ട് ഇതേപോലെ ഇത്രയും കട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു എന്നൊരു വാക്ക് പറയുന്നത്. ഒരിക്കലും അല്ല, പറയത്തില്ല. നമ്മള് ഇപ്പൊ ഉദാഹരണം ഇപ്പൊ അതിനകത്ത് എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്താൽ അത് നിങ്ങളിപ്പോൾ തീരുമാനിക്കണം. അത് തീരുമാനിക്കാനാണ് വന്നത്. ഞാനിവിടെ വന്ന വിവരം ആരും അറിയാൻ പാടില്ല. ഇത് ഡിക്രൂസിൻ്റെ അടുത്തുള്ള പേഴ്സണൽ ബന്ധം വെച്ചാണ് ഞാൻ വന്നിരിക്കുന്നത്. വേറൊരു കാര്യം കൂടെ കേൾക്കണോ? ഇതെല്ലാം കഴിഞ്ഞിട്ട് മൊയ്തീൻ അവിടെ താഴെ എന്ന് പറഞ്ഞു ഇത് സെൻസർ ബോർഡൊക്കെ പാസ്സാക്കിയിരിക്കും, ഞങ്ങൾ കൈക്കൂലി കൊടുത്തിട്ടുണ്ടെന്നും പറഞ്ഞു. താഴെ നിന്ന് അവിടെ കുറേ പേര് കേട്ടു. ഞങ്ങൾക്ക് കട്ടെന്ന് വരില്ല, ഞങ്ങൾ കൈക്കൂലി കൊടുത്തിട്ടുണ്ടെന്നും വിളിച്ചു. അത് എന്ത് തലയ്ക്കകത്ത് ആള് താമസം വേണ്ടേ? ശുദ്ധനാ, പക്ഷെ ദുഷ്ടന്റെ വേറെ കാര്യം കൂടെ പറഞ്ഞോട്ടെ, ടെൻഷൻ അടിക്കില്ലല്ലോ. ഇന്ന് വൈകുന്നേരം പോലീസ് സ്റ്റേഷനിലോട്ട് ചെല്ലണം മൊയ്തീൻ. ഓ, ഈ കൈക്കൂലി വിഷയത്തിൽ മൊഴിയെടുക്കാൻ നിങ്ങളെ വിളിക്കും. മൊയ്തീന്റെ മൊഴിക്ക് അനുസരിച്ചായിരിക്കും. കൈക്കൂലി വിഷയത്തിനല്ലേ മൊയ്തീനെ പോലീസ് വിളിക്കുന്നത്. നോക്കിയോ, അവ 150 രൂപ എടുത്ത് എസ് ഐക്ക് കൈക്കൂലി കൊടുത്തില്ലെങ്കിൽ എന്നെ ഇങ്ങനെ വിളിച്ചു. അപ്പം വീണ്ടും ഒരു 6 മാസം കിടക്കും. അപ്പൊ നിങ്ങൾ വേറെ ആളെ നോക്കുന്നതാണ്. ഈ ആഴ്ച വാരഫലത്തി ഉണ്ടായിരുന്നു, ജയിൽവാസം ഉണ്ടെന്ന് എനിക്ക് ഉറപ്പായടാ. കൈവിട്ട് പോയി. ടെൻഷൻ അടിക്കണ്ട. അപ്പൊ നമുക്ക് സ്വകാര്യമായിട്ടിരുന്നൊന്ന് ഡിസ്കസ് ചെയ്യണമല്ലോ.